ാണ് ശ്രീ സജീവ് വാര്യർ നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വരമാധുരി അത് പല വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കി തന്നിട്ടുണ്ട്. ജാനകി അമ്മ എന്ന പേരിൽ അറിയപ്പെട്ട, അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച പിന്നണി ഗായികയാണ് നമ്മെ വിട്ടുപിരിയുന്നത്. എങ്ങനെയായിരിക്കും ജാനകി ഓർമ്മിക്കപ്പെടുക? രേണു ഇക്കാലത്തെയും മികച്ച ഗായികമാരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷകളിലും, മലയാള ഭാഷയിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും നമ്മൾ എടുത്താൽ ഏറ്റവും മികച്ച ഗായികമാരിൽ ഏറ്റവും മുന്നിലുള്ള നിരയിൽ ഉള്ള ഒരാൾ തന്നെയായിരിക്കും ജാനകി. അവരുടെ വേർപാട് ഒരുപക്ഷെ 2021 മുതൽ അവർ പാടുന്നില്ല എങ്കിൽ പോലും അവർക്ക് ജീവിതകാലം എത്രയോ അമരത്വം ലഭിക്കാനുള്ള ഗാനങ്ങൾ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗാനാലാപനരംഗത്തേക്ക് എത്തുന്നു. അവർ ഒരു ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിക്കുന്നു. വളരെ ഉച്ചസ്ഥായിയിൽ ഗാനങ്ങൾ പാടാനുള്ള ഒരു ശീലം നന്നേ ചെറുപ്പത്തിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് അവരുടെ ഗാന ആലാപന രീതി വഴങ്ങുകയും ചെയ്തു. പിന്നീട് ആദ്യകാലത്ത് സുശീലയ്ക്ക് പിന്നാലെ തന്നെ ജാനകി വരുന്നതോടുകൂടി തെലുങ്കിൽ നിന്ന് തമിഴിലെത്തുന്നു, തമിഴ്നാട്ടിലെത്തുന്നു. അവർ മദ്രാസിൽ നിന്ന് ഗാനങ്ങൾ പാടാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ അവർ പ്രശസ്തയാവുകയും ചെയ്യുന്നു. കുഞ്ഞു പ്രായത്തിൽ തന്നെ പ്രശസ്തയായ ഗായികയാണവർ. മലയാളത്തിൽ എത്രയോ ഗാനങ്ങൾ, അവർ മലയാളി അല്ല എന്ന് പറയാൻ സാധിക്കില്ല, അത്രയേറെ ഗാനങ്ങൾ അവർ ശുദ്ധമായ മലയാളത്തിൽ പാടാൻ ശ്രമിച്ചു. ജന്മം കൊണ്ട് തെലുങ്കിൽ ആന്ധ്രാപ്രദേശുകാരിയാണെങ്കിൽ പോലും ശുദ്ധമായ മലയാളത്തിൽ പാടുന്ന ഒരു ശീലം അവർ വളർത്തിയെടുത്തു. പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയ ഗായികമാർ ആ തരത്തിൽ പാടാൻ ശ്രമിക്കുകയും വഴങ്ങാത്ത അക്ഷരങ്ങൾ, യാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ പാടി ശീലിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അന്ന് ഇന്റർനെറ്റോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് അവർ മലയാളത്തിലെ വാക്കുകളൊക്കെ കൃത്യമായി എങ്ങനെ ഉച്ചരിക്കാമെന്ന് പഠിച്ചുകൊണ്ടാണ് ആലാപന രംഗത്തെത്തിയത്. അതുവരെ മലയാളത്തിൽ പാടിയിരുന്ന ഗായികമാരും യേശുദാസിന് മുമ്പുള്ള ഗായകരുമെല്ലാം തന്നെ ശുദ്ധമായ മലയാളത്തിൽ നല്ല അക്ഷരശുദ്ധിയോടുകൂടി പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ അത് ആർജിച്ചു എന്നതുകൊണ്ടാണ് പെട്ടെന്ന് മലയാളികൾക്കിടയിൽ അവർ പ്രശസ്തയായത്. പിന്നീട് ഒട്ടേറെ ഗാനങ്ങൾ, എത്രയും പെട്ടെന്ന് പാട്ടുകൾ പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ ജാനകി അമ്മയ്ക്ക്. അവർ കടുത്ത ആസ്മാരോഗിയായിരുന്നു. പലപ്പോഴും അവർ പാടുന്നതിന് തൊട്ട് മുമ്പ് പോലും അവർക്ക് ശ്വാസം കിട്ടാതെ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം, വിശ്രമിച്ച ശേഷമാണ് അവർ പിന്നീട് ആലപിക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് ഒരു പാട്ടിനും, അതായത് നേരിട്ടുള്ള റെക്കോർഡിംഗ്, ലൈവ് റെക്കോർഡിംഗ് നടക്കുന്ന കാലത്താണെന്ന് ഓർക്കണം, ഒരിക്കലും നമുക്ക് പാട്ടുകൾ കട്ട് ചെയ്ത് ഒരു പല്ലവി പാടി അല്ലെങ്കിൽ ഏതെങ്കിലും വരികൾ പാടി നിർത്തിയ ശേഷം വീണ്ടും തുടർന്ന് പഞ്ച് ചെയ്ത് പാടാവുന്ന ഒരു കാലമായിരുന്നില്ല. അത്ര സാങ്കേതികവിദ്യ അത്രയും വളരാത്തൊരു കാലത്ത് തന്നെ അവർ ഒറ്റ സ്ട്രെച്ചിൽ ആദ്യം മുതൽ അവസാനം വരെ പാട്ടുകൾ നല്ല ശുദ്ധമായി പാടി എന്നുള്ളതാണ്. ശുദ്ധമായി പാടാനുള്ളവരുടെ കഴിവായിരുന്നു പ്രധാനം. എനിക്ക് തോന്നുന്നു 1938 അവരുടെ ജനനം. ഏപ്രിൽ 23 ജാനകിയമ്മ ജനിച്ചത്. അന്ന് 57 അവർ 1957 ആദ്യ ഗാനം വിധിയും വിളയാട്ട് എന്ന ചിത്രത്തിലാണ് അവരുടെ ആദ്യ ഗാനം വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒട്ടേറെ ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങളാണ്. ആ കണക്കുകളൊന്നും ഇപ്പോഴും കൃത്യമല്ലെങ്കിൽ പോലും 20,000-അടുത്ത് 15,000-നും 20,000-നും ഇടയിൽ ഗാനങ്ങൾ പാടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് തന്നെ കൃത്യമായ കണക്ക് ഇല്ല എന്നാണ് അവർ മുമ്പ് നൽകിയ പല ഇന്റർവ്യൂകളിലും കാണാൻ സാധിച്ചത്. ദേശീയ പുരസ്കാരം, നല്ല മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം പലതവണ അവർക്ക് ലഭിച്ചു. 1976 ആദ്യത്തെ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് 81-ലും 84-ലും 92-ലും എല്ലാം ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം 14 തവണ ഈ ജാനകിയമ്മയെ തേടിയെത്തിയിരുന്നു. തമിഴിലും ആന്ധ്രയിലും തെലുങ്കിലും എല്ലാം തന്നെ അവർക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചു. വിവിധ ഭാഷകളിൽ, ഹിന്ദിയിലും മറ്റു ഭാഷകളിലും അവർ പാടുകയുണ്ടായി. ഇതിലെല്ലാം തന്നെ അവരുടെ ഒരു പ്രത്യേകത, ഒന്നാമത്തെ കാര്യം, അവർ ഏറ്റവും പെട്ടെന്ന് ഗാനങ്ങൾ പഠിക്കുന്നു, അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് പാടുന്നു. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ അതിലെ അക്ഷരങ്ങളും ഓരോ ഭാഷയിലെയും അക്ഷരങ്ങളും വാക്കുകളും ശുദ്ധമായി എങ്ങനെ ഉച്ചരിക്കാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പാടുന്നു. അതിനൊപ്പം അതിന് നൽകേണ്ട ഭാവം ഏത് പ്രായത്തിലുള്ള ആളുടെയും എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള
ഗാനങ്ങൾ പാടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനം. എത്രയോ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വരമാധുരിയാണത്. അത് ഒരിക്കലും ഒരു കാലത്തും അത് ഇല്ലാതാവുന്നില്ല. ജാനകിയമ്മയുടെ വേർപാട് നമ്മളെ വലിയ തോതിൽ വേദനിപ്പിക്കുമെങ്കിലും ഒരു കാലത്തും ജാനകിയമ്മയുടെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാകും എന്ന് തോന്നാൻ സാധിക്കില്ല. രേണുക, തീർച്ചയായും 1938 ഏപ്രിലിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനിക്കുന്നത്. 3-ാം വയസ്സ് മുതൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. 19-ാം വയസ്സിലാണ് ആദ്യമായി പാടുന്നത്. അതുമുതൽ ഇതുവരെ വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് ചിത്രങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഭാഷകളിൽ ഒക്കെയും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന, എല്ലാവരുടെയും സ്വരമാധുര്യത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ആളായി നിലകൊള്ളുന്ന വ്യക്തിയാണ് എസ് ജാനകി. അവർ വിട പറഞ്ഞിരിക്കുകയാണ്. 88-ാം വയസ്സിലാണ് അന്ത്യം സംഭവിക്കുന്നത്. ஃபர்ஸ்ட் பாட்டு, அப்புறம் ராதிகாக்கு ஃபர்ஸ்ட் பாட்டு நானே பாடினேன். கண்ணன் வந்து பாடுகின்றான் காலமெல்லாம், கண்ணில் என்ன கோபம் என்றான், காதல் சொன்னான். സുഹാസിനിക്ക് ഫസ്റ്റ് പിക്ചർ നേനെ പാടാണ്. അങ്ങനെ ഒരുപാട് നടിമാർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ആദ്യ ചിത്രങ്ങളിൽ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊക്കെ അവരുടെ ശബ്ദമായി, അവരുടെ സ്വരമായി മാറിയ ഗായികയാണ്. എന്തായാലും നമ്മൾ ആ സ്റ്റേജ് ഷോയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എങ്ങനെയാണ് ജാനകിയമ്മയെ അവർ സ്വീകരിക്കുന്നത്. ആ ഒരു വരി ആലപിക്കുമ്പോൾ ആ സദസ്സിൽ ഉയരുന്ന റെസ്പോൺസ് നമ്മൾക്ക് കേൾക്കാം. അങ്ങനെ സംഗീതാസ്വാദകരെ സംബന്ധിച്ച് അവർക്ക് തീർത്താൽ തീരാത്ത നഷ്ടം എന്ന് തന്നെ പറയാം. എസ് ജാനകി വിട വാങ്ങിയിരിക്കുകയാണ്. 88-ാം വയസ്സിലാണ് അവർ വിട പറയുന്നത്. മൈസൂരുവിലാണ് അവരുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 1938 ഏപ്രിലിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ജനിച്ച ജാനകി 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു തുടങ്ങി. 10-ാം വയസ്സിൽ ശാസ്ത്രീയമായി സംഗീത പഠനം തുടങ്ങി. 19-ാം വയസ്സിലാണ് ആദ്യ സിനിമയിൽ പാടുന്നത്. അത് വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലാണ്. അവിടെ നിന്ന് തുടങ്ങിയ സംഗീത ജീവിതം പിന്നീട് നേരത്തെ സജീവ് സി വാര്യർ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 വർഷം മുൻപ് സംഗീതവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വരെയും തുടർന്നു. ആയിരക്കണക്കിന് ചിത്രങ്ങൾ, അതായത് ഏതാണ്ട് 20 ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചു. കൃത്യമായ കണക്കുകൾ പോലും അതുമായി ബന്ധപ്പെട്ടില്ല. 20,000-ഓളം സിനിമാ ഗാനങ്ങൾ തന്നെ അതിൽ ഉൾപ്പെടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യൻ ഭാഷകളിലാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. മലയാളത്തിൽ 1200-ഓളം ഗാനങ്ങൾ ആ സ്വരമാധുരിയിൽ നമുക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നിരവധി പ്രശസ്തമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 14 തവണയാണ് സംസ്ഥാന സർക്കാർ സംഗീതത്തിനുള്ള അവാർഡ് നൽകിയത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ, അത് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന ശബ്ദമാണ് നമ്മളോട് വിട പറഞ്ഞു പോകുന്നതെന്ന്. ഇപ്പോൾ നമുക്കൊപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.